പഴയ ഉടമ്പടി അഥവാ മോശയുടെ ഉടമ്പടി റദ്ദാക്കപ്പെട്ടുവോ അതോ നിവർത്തിക്കപ്പെട്ടുവോ? ഇതാണ് ഈ പഠനത്തിലെ വിഷയം. ഇതിൽ ക്രിസ്തീയ വിശ്വാസികൾ പഴയ ഉടമ്പടി അനുസരിക്കേണ്ടതുണ്ടോ എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഈ പഠനം 2 ഭാഗങ്ങളായാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കേൾക്കുന്നത് 2ാമത്തെ ഭാഗമാണ്. 1ാമത്തെ ഭാഗവും എൻ്റെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. naphtalitribe.tv.com എന്നാണ് ചാനലിൻ്റെ മേൽവിലാസം. ഈ പഠനത്തിൻ്റെ ഇബുക്കും സൗജന്യമായി ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് വാട്സാപ്പിൽ ആവശ്യപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 9961330751. ന്യായപ്രമാണം അനുസരിച്ചുള്ള ഭക്ഷണ രീതികളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമുക്ക് 2ാമത്തെ ഭാഗത്തിലേക്ക് പോകാം. ഭക്ഷണത്തെക്കുറിച്ചുള്ള പ്രമാണങ്ങൾ മതാചാര പ്രമാണങ്ങളുടെ ഭാഗമായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചില ഭക്ഷണങ്ങളെ ശുദ്ധമായും മറ്റു ചിലതിനെ അശുദ്ധമായും പ്രമാണം വേർതിരിച്ചു. യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് മോശയുടെ ന്യായപ്രമാണം നിലവിലുണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ആരംഭത്തിൽ തന്നെ അവൻ ദൈവരാജ്യം വന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. അന്നു മുതൽ അവൻ ദൈവരാജ്യത്തിൻ്റെ മൂല്യവ്യവസ്ഥകൾ അനുസരിച്ചാണ് ജീവിച്ചതും ശുശ്രൂഷകൾ ചെയ്തതും ഉപദേശിച്ചതും. അതിനാൽ യേശുവും ശിഷ്യന്മാരും യഹൂദ മതാചാര പ്രമാണങ്ങൾ ലംഘിക്കുന്നു എന്ന കുറ്റം പരീശന്മാർ ഉന്നയിച്ചു. യേശു എപ്പോഴും അവൻ്റെ പ്രവൃത്തികളെയും ഉപദേശങ്ങളെയും പ്രതിരോധിക്കുകയും ചെയ്തു. മർക്കോസ് 7:14-15 വാക്യങ്ങൾ. പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട്, എല്ലാവരും കേട്ട് ഗ്രഹിച്ചുകൊള്ളുവീൻ. പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. ഇവിടെ യഹൂദന്മാരുടെ ഭക്ഷണത്തെക്കുറിച്ചുള്ള നിയമങ്ങളെല്ലാം യേശു റദ്ദാക്കുകയാണ്. മോശയുടെ ന്യായപ്രമാണത്തിലെ 10 കൽപ്പനകളുടെ ഒരു പുനർവ്യാഖ്യാനമാണ് യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണമെന്നാണ് ഭൂരിപക്ഷം വേദപണ്ഡിതന്മാരും കരുതുന്നത്. ന്യായപ്രമാണത്തെ ദൈവരാജ്യത്തിൻ്റെ മൂല്യവ്യവസ്ഥകൾക്ക് അനുസൃതമായി വ്യാഖ്യാനിച്ചപ്പോൾ യേശു പറഞ്ഞു, അവൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിനായിട്ടല്ല, നിവർത്തിക്കുവാനാണ് വന്നത്. ഇതിൻ്റെ അർത്ഥം മോശയുടെ ന്യായപ്രമാണങ്ങളും അതിലെ മതാചാരങ്ങളും ക്രിസ്തീയ സഭ അനുസരിക്കണം എന്നല്ല. യേശുക്രിസ്തുവും അവൻ്റെ ശിഷ്യന്മാരും അവയിൽ പലതും അനുസരിച്ചില്ല. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ നിവർത്തിക്കുവാനാണ് യേശു വന്നത്. അവൻ ന്യായപ്രമാണങ്ങൾക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകി. അത് ശാസ്ത്രിമാരും പരീശന്മാരും സദൂക്യരും വ്യാഖ്യാനിച്ചതുപോലെയല്ല. ദൈവം ന്യായപ്രമാണങ്ങളിലൂടെ എന്താണോ ഉദ്ദേശിച്ചത് അത് യേശു വെളിപ്പെടുത്തി. ന്യായപ്രമാണത്തിൻ്റെ സാരാംശം ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്. മത്തായി 5:17-19 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമ തിരുവെഴുത്തുകളുടെ 6 സവിശേഷതകൾ യേശുക്രിസ്തു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ വേദഭാഗം നമുക്ക് ഒന്ന് വായിക്കാം. മത്തായി 5:17-19 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. ഈ വാക്യത്തിൽ യേശു ചൂണ്ടിക്കാണിക്കുന്ന പഴയ നിയമ തിരുവെഴുത്തുകളുടെ 6 സവിശേഷതകൾ ഇതെല്ലാമാണ്. തിരുവെഴുത്തുകൾ എഴുതപ്പെട്ടത് ഒരു ഉദ്ദേശത്തോടെയാണ്, അത് നിവർത്തിക്കപ്പെടുവാനാണ്. തിരുവെഴുത്തുകളിലെ ഒരു ചെറിയ അക്ഷരമോ അടയാളമോ പോലും സ്വർഗീയ അധികാരത്താൽ ഉറപ്പിക്കപ്പെട്ടതാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിവർത്തിക്കപ്പെടും. യേശു ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നിവർത്തിക്കുവാനാണ് വന്നത്. യേശു അത് ചെയ്ത് തീർത്തു. യേശു ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാൻ വന്നതല്ല, അവനത് ചെയ്തില്ല. തിരുവെഴുത്തുകൾ നിത്യമാണ്. അത് ഈ സ്വാഭാവിക ലോകത്തെയും അതിജീവിക്കും. ന്യായപ്രമാണങ്ങൾ പഠിപ്പിക്കുവാനും അനുസരിക്കുവാനും ഉള്ളതാണ്. യേശു ചെയ്തതും ചെയ്യാതിരുന്നതുമായ കാര്യങ്ങളുണ്ട്. യേശു ന്യായപ്രമാണത്തെ നീക്കുന്നു എന്ന് പരീശന്മാർ കുറ്റം ആരോപിച്ചുവെങ്കിലും അവൻ ന്യായപ്രമാണത്തെ നീക്കുവാൻ വന്നതല്ല. യേശുവിൻ്റെ ഉദ്ദേശം ന്യായപ്രമാണത്തെ ലഘൂകരിക്കുകയോ റദ്ദാക്കുകയോ ഇല്ലാതെയാക്കുകയോ മൂല്യമില്ലാത്തതാക്കി തീർക്കുകയോ ആയിരുന്നില്ല. ന്യായപ്രമാണം അതിൻ്റെ ഉദ്ദേശം നിവർത്തിക്കും. പ്രവാചകന്മാരുടെ അരുളപ്പാടുകൾ നിവർത്തിക്കപ്പെടും. തിരുവെഴുത്തുകൾ നിത്യവും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ആധികാരികവും ആണ്.
ന്യായപ്രമാണങ്ങളെ ശരിയായി പാലിക്കാത്തവരെ യേശു കുറ്റക്കാരായി കരുതി. അത് ശരിയായി പഠിപ്പിക്കുകയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരെ അവൻ പ്രശംസിച്ചു. മത്തായി 5:19. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലുടനീളം തിരുവെടുത്തുകളോടുള്ള അവൻ്റെ സമർപ്പണം കാണാം. മത്തായി 5:18. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാവുകയോളം ന്യായപ്രമാണത്തിൽ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. യേശു പറഞ്ഞു, തിരുവെഴുത്തുകളെല്ലാം നിവൃത്തിയാകുന്നത് വരെ അതിലെ ഒരു ചെറിയ അക്ഷരമോ അടയാളമോ ഒഴിഞ്ഞു പോകുകയില്ല. അതായത് ന്യായപ്രമാണത്തിലെ എല്ലാ പ്രമാണങ്ങളുടെ ഉദ്ദേശം സമ്പൂർണ്ണമായി നിവർത്തിക്കപ്പെടും. മത്തായി 5:17. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം തിരുവെഴുത്തുകൾ ഉറപ്പിക്കുക, അതിനെ ഉൾക്കൊള്ളുക, സമ്പൂർണ്ണമായി നിവർത്തിക്കുക എന്നതായിരുന്നു. ന്യായപ്രമാണങ്ങളും പ്രവാചകന്മാരും അവരെക്കുറിച്ചുള്ളതാണ്. ന്യായപ്രമാണം ആവശ്യപ്പെട്ടത് അവൻ നിവർത്തിച്ചു. യേശുക്രിസ്തു എല്ലാ ന്യായപ്രമാണങ്ങളും പൂർണ്ണമായി പാലിച്ചു. ന്യായപ്രമാണം ആവശ്യപ്പെട്ട എല്ലാ ശിക്ഷയും അവൻ വഹിച്ചു. അതിനാൽ യേശുവിൻ്റെ ക്രൂശ് മരണശേഷം ന്യായപ്രമാണം നീതീകരിക്കപ്പെടുവാനുള്ള മാർഗം അല്ലാതെയായി. നീതീകരണം യേശുവിനുള്ളതാണ്. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരിലും അത് കണക്കിടപ്പെടുന്നു. റോമർ 10:4. വിശ്വസിക്കുന്ന ഏവരും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. യേശു ക്രിസ്തു 2 വിധത്തിലാണ് ന്യായപ്രമാണങ്ങളെ നിവർത്തിച്ചത്. ഒരു റബി എന്ന നിലയിൽ അവൻ ന്യായപ്രമാണങ്ങളെ ശരിയായി പഠിപ്പിച്ചു. യേശു ക്രിസ്തു ന്യായപ്രമാണങ്ങളെ അനുസരിച്ച് ജീവിച്ചു. നീക്കേണ്ടതിന് എന്നതിൻ്റെ ഗ്രീക്ക് വാക്ക് കറ്റാലുവോ എന്നതാണ്. ഈ വാക്കിൻ്റെ അർത്ഥം കെട്ട് അഴിക്കുക എന്നതാണ്. ഈ വാക്കിന് വിയോജിപ്പിക്കുക, പൊളിക്കുക, നശിപ്പിക്കുക, ജീർണിക്കുക, ദ്രവിക്കുക, അലിഞ്ഞ് ഇല്ലാതെയാകുക എന്നിങ്ങനെയും അർത്ഥങ്ങളുണ്ട്. കൂടാതെ പരാജയപ്പെടുക, മറിച്ചിടുക, സ്ഥാനഭംശം സംഭവിക്കുക, മൂല്യം ഇല്ലാതെയാകുക, ജയം ഇല്ലാതെയാക്കുക എന്നിങ്ങനെയുമുള്ള ആശയങ്ങൾ ഈ വാക്കിൽ ഉണ്ട്. ഗ്രീക്ക് സാഹിത്യത്തിൽ സ്ഥാപനങ്ങളെയും നിയമങ്ങളെയും പ്രാബല്യമില്ലാത്തതാക്കി ദുർബലപ്പെടുത്തുന്നതിനെ കുറിച്ച് പറയുവാൻ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. കറ്റാലുവോ എന്ന വാക്ക് നമുക്ക് പുതുനിയമത്തിൽ 17 പ്രാവശ്യം കാണാം. മഹാപുരോഹിതന്റെ വസതിയിൽ യെരുശലേമിലെ ന്യായാധിപ സംഘത്തിനു മുമ്പാകെ നടന്ന യേശുക്രിസ്തുവിന്റെ വിചാരണ വേളയിൽ 2 കള്ളന്മാർ അവനെതിരായി മൊഴി നൽകി. മത്തായി 26:61. ഒടുവിൽ 2 പേർ വന്നു, ദൈവമന്ദിരം പൊളിച്ചു, 3 ദിവസം കൊണ്ട് വീണ്ടും പണിവാൻ എനിക്ക് കഴിയും എന്ന് ഇവൻ പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു. ഇവിടെ പൊളിച്ചു എന്ന് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കറ്റാലുവോ എന്നതാണ്. ഈ കള്ളസാക്ഷി പറഞ്ഞത് കൃത്യമായിരുന്നില്ല എങ്കിലും യേശു പ്രവചിച്ചതുപോലെ യെരുശലേം ദേവാലയം AD 70 തകർക്കപ്പെട്ടു. ഇതിനെക്കുറിച്ചുള്ള യേശുക്രിസ്തുവിൻ്റെ പ്രവചനം ഇങ്ങനെയായിരുന്നു. മർക്കോസ് 13:2. യേശു അവനോട്, നീ ഈ വലിയ പണി കാണുന്നുവോ? ഇടിക്കാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞു. യേശു പറഞ്ഞത് ഒരു കല്ലിന്മേൽ മറ്റൊന്ന് ഇരിക്കാതെ വണ്ണം എല്ലാ കല്ലുകളും ഇടിച്ചു കളയും എന്നാണ്. ഈ വാക്യത്തിൽ ഇടിച്ചു കളയും എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് കറ്റാലുവോ എന്ന വാക്കാണ്. ഇത് സമ്പൂർണ്ണ നാശം ആണ്. 2 കൊരിന്ത്യർ 5:1 മരണവേളയിൽ നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിക്കുമെന്ന് പറയുവാൻ അപ്പോസ്തലൻ പൗലോസ് കറ്റാലുവോ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ശരീരം അഴിഞ്ഞു പോകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനായി ഒരു കൂടാരത്തെ അതിൻ്റെ ഓരോ ഭാഗങ്ങളായി അഴിക്കുന്നതിനെയാണ് പൗലോസ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. 2 കൊരിന്ത്യർ 5:1 കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ഇവിടെ അഴിഞ്ഞു പോയാൽ എന്ന് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് കറ്റാലുവോ എന്ന വാക്കാണ്. അതായത് കറ്റാലുവോ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ഇല്ലാതെയാകത്തക്കവണ്ണം അഴിക്കുക എന്നതാണ്. യേശുക്രിസ്തു ന്യായപ്രമാണം ഇല്ലാതെ ആകത്തക്കവണ്ണം അഴിക്കുവാനോ മറിച്ചിടുവാനോ ജീർണിപ്പിക്കുവാനോ മൂല്യം ഇല്ലാതെയാക്കുവാനോ വന്നതല്ല. മത്തായി 5:17 നീക്കുക എന്ന വാക്ക് നിവർത്തിക്കുക എന്ന വാക്കിന് എതിരായാണ് യേശു ഉപയോഗിച്ചത്. യേശു വന്നത് നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ. നിവർത്തിക്കുക എന്നതിൻ്റെ ഗ്രീക്ക് വാക്ക് പ്ലെറോ എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം നിവർത്തിക്കുക, നിറയ്ക്കുക, നിറഞ്ഞിരിക്കുക, പൂർണ്ണമാകുക, അവസാനിക്കുക എന്നിങ്ങനെയാണ്.
ന്യായപ്രമാണത്തിന് ശത്രുവായിട്ടല്ല യേശു ഈ ഭൂമിയിൽ വന്നത്. യേശു ന്യായപ്രമാണത്തെ ബഹുമാനിച്ചു, സ്നേഹിച്ചു, അനുസരിച്ചു, അതിനെ നിവൃത്തിയിലേക്ക് കൊണ്ടുവന്നു. അവനെക്കുറിച്ചുള്ള എല്ലാ പ്രവചനങ്ങളും അവനിൽ നിവർത്തിക്കപ്പെട്ടു. ലൂക്കോസ് 24:44. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. യേശു എന്തിനാണോ ഈ ഭൂമിയിലേക്ക് വന്നത് അതവൻ നിറവേറ്റി. ന്യായപ്രമാണം നിവർത്തിക്കപ്പെട്ടു. അതിനാൽ ഇന്ന് ക്രിസ്തീയ വിശ്വാസികൾക്ക് ന്യായപ്രമാണം ഒരു നിർബന്ധ നിയമം അല്ല. 1-ാം നൂറ്റാണ്ടിൽ നിവർത്തിക്കുക എന്ന വാക്കിന് മറ്റൊരു അർത്ഥം കൂടി ഉണ്ടായിരുന്നു. ന്യായപ്രമാണങ്ങളെ അത് മനുഷ്യർക്ക് അനുസരിക്കുവാൻ കഴിയുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിനെയും നിവർത്തിക്കുക എന്ന് പറഞ്ഞിരുന്നു. ഈ അർത്ഥത്തിൽ ന്യായപ്രമാണത്തെ നിവർത്തിക്കുക എന്നതായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ ഒരു യഹൂദ റബിയുടെ ഉത്തരവാദിത്തം. ദൈവം ഉദ്ദേശിച്ച രീതിയിൽ അനുസരിക്കുവാൻ കഴിയാതെ വണ്ണം ന്യായപ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്നതിനെ നീക്കുക എന്നും പറഞ്ഞിരുന്നു. ഈ വാക്യങ്ങളോടൊപ്പം നമ്മൾ വായിച്ചിരിക്കേണ്ട മറ്റൊരു വാക്യം കൂടിയുണ്ട്. എഫേസ്യർ 2:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അവൻ നമ്മളുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. ഈ വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം യേശുക്രിസ്തു ക്രൂശിലെ മരണത്താൽ നീക്കി. ഈ വാക്യത്തിൽ നീക്കി എന്ന് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം കറ്റാർഗയോ എന്നതാണ്. ഈ വാക്കിൻ്റെ അർത്ഥം പ്രവർത്തനരഹിതമാക്കുക, നശിപ്പിക്കുക, അഴിക്കുക, അവസാനിപ്പിക്കുക, മോചിപ്പിക്കുക എന്നിങ്ങനെയാണ്. അക്ഷരാർത്ഥത്തിൽ ഈ വാക്കിൻ്റെ അർത്ഥം ഒരുവനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പ്രവർത്തനരഹിതമാക്കുക എന്നതാണ്. ഈ വാക്യങ്ങളുടെ അർത്ഥം ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ, ന്യൂ ഇന്റർനാഷണൽ വേർഷൻ എന്നീ പരിഭാഷകളിൽ കൂടുതൽ വ്യക്തമാണ്. ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനിൽ അവസാനിപ്പിക്കുക എന്ന വാക്കും ന്യൂ ഇന്റർനാഷണൽ വേർഷനിൽ ഒരു വശത്തേക്ക് മാറ്റിവെക്കുക എന്ന വാക്കുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റോമർ 7:2-6 വാക്യങ്ങളിൽ കറ്റാർഗയോ എന്ന വാക്ക് അപ്പോസ്തലൻ പൗലോസ് 2 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഭർത്താവിൻ്റെ മരണം മൂലം സ്വതന്ത്രയാകുന്ന ഭാര്യയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. റോമർ 7:2-6 വാക്യങ്ങൾ. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തു ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിൻ്റെ പടക്കത്തിലല്ല ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ഈ വാക്യങ്ങളിൽ ഒഴിവുള്ളവരായിരിക്കുന്നു എന്ന് പറയുവാൻ അപ്പോസ്തലൻ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കറ്റാർഗയോ എന്നതാണ്. ഭർത്താവിനോടുള്ള ന്യായപ്രമാണത്താലുള്ള ബന്ധനത്തിൽ നിന്നും ഭർത്താവ് മരിച്ചപ്പോൾ ഭാര്യ ഒഴിവുള്ളവളായി, അതുപോലെ നമ്മൾ ന്യായപ്രമാണത്തോട് മരിച്ചവർ ആകയാൽ അതിൽ നിന്നും ഒഴിവുള്ളവർ ആകുന്നു. മത്തായി 5:17 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ എഫേസ്യർ 2:15 വാക്യം ചേർത്ത് വായിച്ചാൽ നമുക്കിങ്ങനെ പറയാം: മോശയുടെ ന്യായപ്രമാണത്തിന് ഉദ്ദേശം ഒരിക്കലും ഇല്ലാതെയായിട്ടില്ല, അത് നിത്യം ആയിരിക്കും. എന്നാൽ നമ്മൾ അനുസരിക്കേണ്ടുന്ന നിയമങ്ങൾ എന്ന നിലയിൽ നമ്മുടെ കർത്താവിൻ്റെ ക്രൂശുമരണത്താൽ ന്യായപ്രമാണം നീങ്ങിപ്പോയി. മത്തായി 5:17 ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനെല്ലാം നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. പഴയ നിയമകാലത്ത് ദൈവം പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത സകലതും യേശുക്രിസ്തുവിൽ നിവൃത്തിയായി. അവൻ്റെ ഒന്നാമത്തെ വരവിൽ 100 കണക്കിന് പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെട്ടു. ശേഷിച്ചവ അവനിൽ നിവർത്തിക്കപ്പെടും. പ്രത്യേക പരാമർശങ്ങൾ ഇല്ലാത്തവ ഉൾപ്പെടെ എല്ലാ തിരുവെഴുത്തുകളും യേശുവിനെ കുറിച്ച് ഉള്ളതാണ്. മോശ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ 5:39-46 വാക്യങ്ങൾ. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. 46 വാക്യം. നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ലൂക്കോസ് 24:27 വാക്യം. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ച് ഉള്ളത് അവർക്ക് വ്യാഖ്യാനിച്ച് കൊടുത്തു.
പഴയ നിയമത്തിലെ എല്ലാ വാഗ്ദത്തങ്ങളും യേശു ക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൽ നമുക്ക് അവനെയും ദൈവം ഉറപ്പ് തന്ന എല്ലാ വാഗ്ദത്തങ്ങളും ഉണ്ട്. 2 കൊരിന്ത്യർ 1:20 ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. മോശയുടെ ഉടമ്പടിയിലെ മതാചാരങ്ങൾ, യാഗങ്ങൾ എന്നിവയെല്ലാം വരുവാനുള്ള നന്മകളുടെ നിഴൽ മാത്രമായിരുന്നു, സാക്ഷാൽ സ്വരൂപം ആയിരുന്നില്ല. എബ്രായർ 10:1 ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലിലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. സമാഗമന കൂടാരം കൈപ്പണിയായ വിശുദ്ധ മന്ദിരമായിരുന്നു. അത് സ്ഥിരമായിരുന്നില്ല, അത് വാസ്തവമായതിന്റെ പ്രതിബിംബം മാത്രം ആയിരുന്നു. എബ്രായർ 9:24 ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. ന്യായപ്രമാണത്തിനൊരു വിരാമം അതിൽ തന്നെ ഉണ്ടായിരുന്നു. നവീകരണത്തിന്റെ കാലം വരെ അവയ്ക്ക് പ്രസക്തി ഉള്ളൂ. എബ്രായർ 9:10 അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങളത്രേ. ന്യായപ്രമാണങ്ങളുടെയും പ്രവാചകന്മാരുടെയും നിവൃത്തിയിലൂടെ യേശുക്രിസ്തു നമ്മുടെ നിത്യമായ രക്ഷ സാധ്യമാക്കി. യാഗമർപ്പിക്കുവാനോ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാനോ ഇന്ന് പുരോഹിതന്മാരുടെ ആവശ്യമില്ല. യേശുക്രിസ്തു അത് നമുക്ക് വേണ്ടി ഒരിക്കലായി എന്നേക്കുമായി ചെയ്തു തീർത്തു. ദൈവകൃപയാൽ വിശ്വാസം മൂലം നമുക്ക് ഇന്ന് ദൈവത്തോടെ നിരപ്പ് ഉണ്ട്. കൊലോസ്യർ 2:14 അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. രക്തം ചൊരിഞ്ഞുള്ള യാഗങ്ങൾ യേശുക്രിസ്തു അവനിൽ നിവർത്തിച്ചു. അവയെല്ലാം ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നത് ആയിരുന്നു. അവന്റെ ക്രൂശുമരണം അന്തിമമായ ആവർത്തിക്കുവാൻ പാടില്ലാത്ത പാപപരിഹാര യാഗമാണ്. എബ്രായർ 9:12 ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. ആരാധിക്കുന്നവർക്കും ആരാധിക്കപ്പെടുന്ന ദൈവത്തിനുമിടയിൽ നിന്നിരുന്ന പൗരോഹിത്യം ഇല്ലാതെയായി. എബ്രായർ 7:23-24 മരണനിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരിക കൊണ്ട് പുരോഹിതന്മാർ ആയിത്തീർന്നവർ അനേകർ ആകുന്നു. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. ഇന്ന് ആരാധനയുടെ കേന്ദ്രം ഭൗതികമായി നിർമ്മിച്ച ആലയമല്ല, അത് ക്രിസ്തുവാണ്. അവനാണ് കൂടാരവും ആലയവും. ക്രിസ്തുവിൽ നമ്മൾ ദൈവത്തെ മുഖാമുഖം കണ്ടുമുട്ടുന്നു. അതിനാൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് ഈ ഭൂമിയിൽ ഒരു പുണ്യ ആലയം ഇല്ല. യോഹന്നാൻ 4:21-23 യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. യോഹന്നാൻ 2:19-21 യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു. അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ചത്രേ പറഞ്ഞത്. മത്തായി 18:20 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. നിവർത്തിച്ചു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ പഴയ നിയമത്തെ സമ്പൂർണമായി പൂർത്തീകരിച്ചു എന്നാണ് അർത്ഥം. പഴയത് പുതിയതിൽ പൊരുളായി സമ്പൂർണമായി വെളിപ്പെട്ടു. സീനായ് പർവ്വതത്തിൽ മോശയ്ക്ക് ലഭിച്ച വെളിപ്പാടുകളെല്ലാം പൂർണ്ണമായി. ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോടെ പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടു. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയോടെ ദൈവത്തിന്റെ സാന്മാർഗിക നിയമങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടു. ഒരു പ്രത്യേക വംശം എന്ന നിലയിൽ ഇസ്രായേൽ ജനം പാലിക്കേണ്ടുന്ന സാമൂഹിക നിയമങ്ങൾ ഇല്ലാതെയായി. ഇന്ന് ദൈവജനം ഒരു പ്രത്യേക രാജ്യത്ത് താമസിക്കുന്ന ഒരു പ്രത്യേക വംശമല്ല. അവർ ലോകത്ത് പരദേശികളും അന്യരും എന്ന പോലെ മറ്റെല്ലാ ജാതികൾക്കുമിടയിൽ എല്ലാ രാജ്യങ്ങളിലും ജീവിക്കുന്നു. മശിഹയെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം യേശുക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ടു. ദൈവത്തിന്റെ വിശുദ്ധിയുടെ നിലവാരം യേശുവിൽ വെളിപ്പെട്ടു. മതാചാരങ്ങളെല്ലാം പൂർണ്ണമായി പാലിക്കപ്പെട്ടു. അവന്റെ പാപരഹിതമായ ജീവിതത്തിൽ എല്ലാ സാന്മാർഗിക നിയമങ്ങളും നിവൃത്തിയായി. അവന്റെ ക്രൂശുമരണം എന്ന യാഗത്തിൽ എല്ലാ യാഗങ്ങളും നിവൃത്തിയായി.
യേശുക്രിസ്തു വന്നത് ദൈവം അവൻ്റെ സ്വന്തം ജനത്തിന് നൽകിയ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാനല്ല, നിവർത്തിക്കുവാനാണ്. അങ്ങനെ ന്യായപ്രമാണത്തെ പുതിയ ഉടമ്പടി പ്രകാരമുള്ള ക്രിസ്തീയ വിശ്വാസികളുടെ മേൽ അധികാരമില്ലാത്തത് ആക്കി തീർത്തു. പഴയ ഉടമ്പടി അഥവാ മോശയുടെ ഉടമ്പടി റദ്ദാക്കപ്പെട്ടുവോ അതോ നിവർത്തിക്കപ്പെട്ടുവോ, ഇതായിരുന്നു നമ്മുടെ ചിന്താവിഷയം. ഈ പഠനത്തിന്റെ രണ്ടാമത്തെയും അവസാനത്തെയും ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഒന്നാമത്തെ ഭാഗം എൻ്റെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. naphtalitribe.tv.com എന്നാണ് ചാനലിന്റെ മേൽവിലാസം. ഈ പഠനത്തിന്റെ ഇ-ബുക്കും സൗജന്യമായി ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് വാട്സാപ്പിൽ ആവശ്യപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 9961330751. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.